ആരോഗ്യവകുപ്പ് നൽകിയ വിശദീകരണ നോട്ടീസിൽ ഇന്ന് മറുപടി നൽകാനിരിക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വൈകാരികമായി പ്രതികരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല, പ്രോബില്ലാത്ത വിവരം പലതവണ അറിയിച്ചിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല, ആരോഗ്യ മേഖലയെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ല എന്നും ഹാരിസ് ചിറക്കൽ കണ്ണുനീരോടുകൂടി പറഞ്ഞു. തീരുന്ന മുറയ്ക്ക് നമ്മളത് അവരെ അറിയിക്കുന്നുണ്ട്. നമ്മൾ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കെല്ലാം ഇപ്പോൾ കത്തിലൂടെ അറിയിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടുത്തെ HDSന്റെ സ്റ്റാഫ് ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അവരവിടെ സാലറി വാങ്ങിക്കാൻ പോകുമ്പോഴും മറ്റേ ആവശ്യത്തിന് പോകുമ്പോഴും അവർ പോയി പറയാറുണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഇല്ല, ഒരു പൗരന്റെ ജീവിതത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും എഫക്ട് ചെയ്യാൻ പാടില്ല. പോയി ഞാൻ വൈകിട്ട് ഞാൻ പോട്ടെ. ഒരാഴ്ചത്തെ സമയത്താണ്. ഇന്ന് കൈമാറുന്നില്ല. ഇന്ന് കൈമാറുന്നുണ്ടോ? ഇല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡോക്ടർ ഇപ്പോ നൽകിയിരിക്കും, ഇപ്പൊ ഒരു പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടില്, ആ റിപ്പോർട്ടില് ജൂലൈ 2-ാം തീയതി ഈ പ്രോബ് വാങ്ങിയതായിട്ട് പറയുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് അതേസമയം വിശദീകരണം ചോദിച്ച് സ്വാഭാവിക നടപടി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരുള്ളത്. നോട്ടീസ് നടപടിയെടുക്കാനല്ല, സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വിശദീകരണം. അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട 1960 ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണത്. അതുമാത്രമല്ല, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ ഹാരിസിന് കുരുക്കായ അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനപ്രതിനിധിയുടെ പണം കൊണ്ട് യൂറോളജി വിഭാഗത്തിൽ വാങ്ങിയ ചില ഉപകരണങ്ങൾ കാണുന്നില്ലെന്നാണ് റിപ്പോർട്ട്. 20 ലക്ഷം രൂപ വില വരുന്ന ഓസിലോസ്കോപ്പ് ഉൾപ്പെടുന്ന ഉപകരണങ്ങളാണ് കാണാതായത്. ഇക്കാര്യത്തിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതുകൂടി കേൾക്കാം. MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോൾ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിൽ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, എന്താണ് അതിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ജനപക്ഷത്ത് നിന്ന് സത്യം തുറന്നു പറഞ്ഞ ഒരു മനുഷ്യനെ കുരുതി കൊടുക്കുകയാണോ, ബലിയാടാക്കുകയാണോ? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതിഥികളുണ്ട്. അതിഥികളിലേക്ക് പോകും മുൻപ് ഇപ്പോൾ നമ്മോടൊപ്പം അമൽ കൂടി ചേരുന്നുണ്ട്, ഞങ്ങളുടെ റിപ്പോർട്ടർ. അമൽ, ഈ ഹാരിസ് ചിറക്കലിനെതിരെയുള്ള ഈ നടപടികളൊക്കെ തന്നെ കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണോ ഇപ്പോഴുണ്ടാകുന്ന ഈ ഉപകരണങ്ങൾ കാണാനില്ല എന്നടക്കമുള്ള ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ? എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് വിഷയത്തെ കാണേണ്ടത്? എന്താണ് ഹാരിസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനൗദ്യോഗികമായിട്ട് എന്തെങ്കിലും മറുപടികൾ നൽകുന്നുണ്ടോ അമൽ? പ്രജിഷ, ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഹാരിസിന് കിട്ടിയ പിന്തുണയും ഹാരിസിൻ്റെ ഈ തുറന്നു പറച്ചിലിനോടുള്ള എതിർപ്പുകളെയും നമുക്ക് പല വിധത്തിൽ തരംതിരിക്കാൻ കഴിയും. അതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാളുടെ ശസ്ത്രക്രിയ മുടങ്ങി എന്നൊരു ഡോക്ടർ വന്ന് തുറന്നു പറയുന്നു. ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഒന്നടങ്കം ഡോക്ടർക്ക് ലഭിക്കുന്നു. ആ പിന്തുണ കണ്ടില്ല എന്ന് നടിക്കാൻ ആരോഗ്യവകുപ്പിനാകുമായിരുന്നില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നു ഈ ഡോക്ടർ നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്, അതിനാൽ തന്നെ ഡോക്ടറെ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് ആദ്യ പ്രതികരണം. പക്ഷേ അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വെച്ചൊരു പരിപാടിയിൽ ഈ ഡോക്ടർ ചെയ്ത് ശരിയായില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശം നടത്തി. അതിനുശേഷം പിന്നീട് സജി ചെറിയാൻ അടക്കമുള്ള ആളുകളും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളും പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ അടക്കമുള്ള ആളുകളും ഈ ഹാരിസ് ചിറക്കലിൻ്റെ നടപടി ശരിയായില്ല എന്നുള്ള തരത്തിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പിന്നീട് ഈ ഹാരിസിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഒരു 4-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ഹാരിസ് ചിറക്കൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വസ്തുതാ
വസ്തുതാപരമല്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ട്, പക്ഷേ എല്ലാം വസ്തുതാപരമല്ല എന്ന റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നു. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലെ ഹാരിസ് ചിറക്കലിനോട് വിശദീകരണം തേടി DMA ഒരു നോട്ടീസ് നൽകുന്നത്. അതൊരു നോട്ടീസ് എന്നല്ല, ഹാരിസിനെതിരെയുള്ള ഒരു കുറ്റപത്രം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഡോക്ടർ ശസ്ത്രക്രിയ മുടക്കി എന്നൊരു ആരോപണം അതിൽ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അത് വസ്തുതയാണ്. കാരണം സർവീസ് ചട്ടം ലംഘിച്ചാണ് ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതിനാൽ തന്നെ ആ വിഷയത്തിൽ ഒരു താക്കീത് എന്ന നടപടിയിൽ ഒതുങ്ങുമെന്നാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത്. എങ്കിൽ ഈ നല്ല ഉദ്ദേശവും പൊതുജനത്തിന്റെ പൂർണ്ണമായ പിന്തുണയുമൊക്കെ ഹാരിസിനുള്ളതിനാൽ തന്നെ ചെറിയ നടപടിയാണ് ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഹാരിസിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെ വരുന്നു. ഹാരിസ് മറുപടി നൽകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സമിതിക്ക് മുൻപാകെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു വട്ടം കൂടി വിശദീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഹാരിസിന് ഇനിയൊന്നും ചെയ്യാനില്ല. അതിന് പിന്നാലെയാണ് മറ്റൊരു വിഷയം കൂടി വരുന്നത്. ഒരു ഉപകരണം കാണാനില്ല. 20 ലക്ഷം രൂപയുടെ ശശി തരൂർ MPയുടെ ഫണ്ടിൽ നിന്നും വാങ്ങിയ ഒരു ഉപകരണം കാണാനില്ല എന്ന് പറയുന്നു. അത് ഈ യൂറോളജി വിഭാഗത്തിൽ നിന്നും കാണാതാകുമ്പോൾ ആ വിഭാഗത്തിന്റെ മേധാവിയായ ഹാരിസ് ചിറക്കലിനാണ് പൂർണ്ണ ഉത്തരവാദിത്തം. വിഭാഗ മേധാവി എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിനെതിരെ വേണമെങ്കിൽ ആ ഉപകരണം കാണാതായ വിഷയത്തിൽ നടപടിയെടുക്കാം. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഉപകരണം കാണാതായിട്ട് 2 വർഷമായി. ഹാരിസ് ചിറക്കൽ ഇതിന്റെ ചുമതല ഏറ്റെടുത്തിട്ട് 1 വർഷം മാത്രമേ ആകുന്നുള്ളൂ. അതിനാൽ തന്നെ ഈ ഉപകരണം കാണാതെ പോയ വിഷയത്തിൽ ഹാരിസ് ചിറക്കലിന് യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി എന്തായാലും ഹാരിസ് വിശദീകരണം നൽകട്ടെ. അതിനുശേഷം സർക്കാർ നടപടി എന്താണെന്ന് കാത്തിരുന്ന് കാണാം. തീർച്ചയായും അങ്ങനെ ഹൃദയമുള്ള ഒരു മനുഷ്യനെ കള്ളനെന്ന് കൂടി വിളിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഇല്ലാതാക്കി ഒരു മുൾക്കിരീടം ചാർത്തി കൊടുക്കാനുള്ള നടപടിയാണോ പുരോഗമിക്കുന്നതെന്നാണ് നമ്മൾ എടുത്തു ചോദിക്കേണ്ടത്. ഡോക്ടർ റോസ്നാര ബീഗം KGMCT സംസ്ഥാന അധ്യക്ഷയാണ്, പ്രസിഡന്റാണ്. ഒപ്പം നമ്മോടൊപ്പം ചേരുന്നത് അഞ്ചൽ ജോബ് HDC മെഡിക്കൽ കോളേജ് HDS മെമ്പറാണ്. ഒപ്പം ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് കൂടി ചേരുന്നുണ്ട്. ആദ്യം അഞ്ചൽ ജോബിലേക്ക്. ശ്രീ അഞ്ചൽ ജോബ്, ആരോഗ്യമന്ത്രി ഈ സംഭവം ഉണ്ടായ സമയത്ത് പറഞ്ഞെന്താണ്? ഡോക്ടർ ഹാരിസിനെ ഞങ്ങൾ ചേർത്ത് നിൽക്കുന്നു. ഹാരിസ് പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ ചേർത്ത് നിർത്തുമെന്ന്. അതൊരു ധൃതരാഷ്ട്രാലിംഗനമായി പോയി എന്ന് ഇപ്പോൾ തോന്നുകയാണോ? ഹാരിസാണ് ഇന്ന് കുറ്റവാളി ഈ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് മുന്നിൽ. എന്ത് വിചിത്ര നടപടിയാണ് അഞ്ചൽ ജോബ്. അല്ല, ഇന്നും എല്ലാവരുടെയും അഭിപ്രായം അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് തന്നെയാണ്. ഡോക്ടർ പറഞ്ഞതിൽ ദുരുദ്ദേശമൊന്നുമില്ല, സതുദ്ദേശമാണ് ഉള്ളത് എന്ന് തന്നെയാണ് ഇന്നും എല്ലാവരും പറയുന്നത്. പക്ഷേ മുഖം രക്ഷിക്കാൻ എന്തെങ്കിലും നടപടികൾ എടുക്കണ്ടേ? പക്ഷേ ആ മുഖം രക്ഷിക്കാൻ എടുക്കുന്ന നടപടി തീർച്ചയായും അത് ജനവിരുദ്ധമായി മാറും. ജനങ്ങളുടെ വളരെ എതിർപ്പ് ഈ സർക്കാരിന് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് കൈ പൊള്ളുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങാതെ ഈ വിഷയം വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നടപടി എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ എന്തെങ്കിലും നടപടിയെടുത്ത് ഈ ഡോക്ടർക്കെതിരെ ഒരു നടപടിയെടുത്താൽ സർക്കാരിന് വളരെ പേരുദോഷമുണ്ടാവും. ജനങ്ങളുടെ നല്ലൊരു ശതമാനം, പാർട്ടി സഖാക്കൾ ഒഴിച്ചുള്ള നല്ലൊരു ശതമാനം ഈ സർക്കാരിനെതിരാവും. വരുന്ന നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരാവാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, കാരണം ഇപ്പോൾ എന്താണ് ഓസിലോസ്കോപ്പ് എന്ന ഒരു ഉപകരണം കാണാനില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുകൂടി ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് വരികയാണ്. കാരണം സ്വാഭാവികമായും ഇതിന്റെ ഉത്തരം പറയേണ്ടത് ആ വകുപ്പിന്റെ യൂറോളജി വകുപ്പിന്റെ മേധാവിയാണ്. അപ്പോൾ എന്താണ് നമ്മൾ വാസ്തവം പരിശോധിക്കുമ്പോൾ 1 വർഷമായിട്ടേ ഉള്ളൂ അദ്ദേഹം അവിടെ ചുമതല ഏറ്റെടുത്ത്. അപ്പോൾ 2 വർഷമായി ഉപകരണം കാണാതായിട്ട്. അപ്പോൾ അതുകൂടി ഈ കുറ്റപത്രത്തിൽ അങ്ങ് ചാർത്തുകയാണ്. അപ്പോൾ എന്താണ് എല്ലാം തീരുമാനിച്ച് മുൻവിധിയോടുകൂടി ഈ സത്യവാനായിട്ടുള്ള, അതായത് ഒന്ന് ആലോചിക്കണം, അവിടുത്തെ സിസ്റ്റത്തിന്റെ പിഴവ് തുറന്ന് ആരെങ്കിലുമൊക്കെ തുറന്ന് പറയണ്ടേ? എല്ലാം മൂടിക്കെട്ടി, എല്ലാം ഭംഗിയാണ്, പുറമേ നോക്കുമ്പോൾ എല്ലാം ക്ലിയറാണ്, ഹാപ്പിയാണ്. നാഴികയ്ക്ക് 40 വട്ടം വന്ന് മന്ത്രി പറയുന്നു, അങ്ങനെ കപ്പിത്താൻ പറയുന്നു, ഇവരൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ കാര്യം അതല്ല എന്ന് അവിടുത്തെ ഉള്ള ആളുകൾക്ക്, ഓരോ ഡോക്ടർമാർക്കും അറിയാം. തുറന്നു പറയാൻ പക്ഷേ ഭയമാണ്. അങ്ങനെ ഒരാൾ ഒരു ജീവൻ പോലും ബലി കൊടുത്ത് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യണം. ഇതാണ് കാര്യങ്ങളൊക്കെ ന്യൂനതകൾ ഉണ്ടായിരുന്നു, അത് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അച്ചടക്കത്തിന്റെ പല വാളുകൾ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ അഞ്ചൽ ജോബ്, അപ്പോൾ ഈ ഉപകരണം അദ്ദേഹം അടിച്ചുകൊണ്ട് പോയതാണോ? ഇത് 1 വർഷമായതേ ഉള്ളൂ ഈ ഡോക്ടർ HOD ആയി അവിടെ ചാർജ് ഏറ്റെടുത്തിട്ട്. അതിനു മുമ്പ് വാസുദേവൻ പോറ്റി സാർ ഇരുന്നിട്ടുണ്ട്, അതിനു മുമ്പ് വേണുഗോപാൽ സാർ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് HOD മാർ അതിനു മുമ്പ് ഇരുന്നിട്ടുണ്ട്. ഈ സാധനം മോഷണം പോയി എന്നുള്ളത് ഒരു പുതിയ സംഭവമല്ല, അതേതാണ്ട് 2 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അതിനെപ്പറ്റി ഡിപ്പാർട്ട്മെൻ്റ് തല അന്വേഷണം നടക്കുകയുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനോട് വിശദീകരണം ചോദിക്കുകയും ആ സ്റ്റാഫിനെ അതിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തു.
പക്ഷേ ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത് ജനങ്ങളിൽ ഒരു എന്തോ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി മാറ്റാൻ വേണ്ടി. കാരണം HOD ഭാഗത്ത് ഇപ്പോൾ ഡോക്ടർ റോസ്നാര ബീഗം ചേരുന്നുണ്ട്, തിരക്കിൽ നിൽക്കുകയാണ്, മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടവേളയിലാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഡോക്ടർ റോസ്നാര ബീഗം, KGM-CTയുടെ നിലപാട് ഈ വിഷയത്തിൽ പലകുറി തുറന്നു പറഞ്ഞതാണ് താങ്കൾ. അന്നൊക്കെ എന്താണ്, ഒരു കടുത്ത നടപടിയിലേക്ക് പോകില്ല, കാരണം സൗദ്ദേശത്തോടു കൂടി ഒരു ഡോക്ടർ ജനപക്ഷത്ത് നിന്ന് ഹൃദയമുള്ള ഒരു മനുഷ്യൻ തുറന്നു പറയുകയാണ് അവരുടെ രോഗികളെക്കുറിച്ച്. മകൻ്റെ പ്രായമുള്ള ഒരു വ്യക്തിക്ക് ആ ഓപ്പറേഷൻ പോലും തടസ്സമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിനൊന്നും ഒരു താളപ്പിഴ ഉണ്ടാകാതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരു മനുഷ്യനെ ഇന്ന് ക്രൂശിക്കുകയാണ്, വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, അദ്ദേഹത്തെ ഒരു അരക്കില്ലത്തിലേക്ക് തള്ളിയിടുകയാണ്. അപ്പോൾ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു നടപടിയിലേക്ക് പോവുകയാണോ, അതല്ല ഇത് സ്വാഭാവികമാണോ? ഇപ്പോ ചോദിച്ചിരിക്കുന്ന വിശദീകരണം അതൊരു സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും കൊടുക്കുന്നതാണ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല, വിശദീകരണം നൽകുന്നതിലോ അതിലെ ഫാക്സിനെ കുറിച്ചോ ആശങ്കയില്ല. അപ്പൊ മറിച്ചാണ് ടാർഗറ്റ് ചെയ്യാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ സംഘടനയുടെ നിലപാട് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഡോക്ടർ റോസ്നാര, ഒരു കാര്യം, ഇതൊരു ഈ അച്ചടക്കത്തിൻ്റെ ഇനി ആരും ശബ്ദിക്കരുത്, അപ്പോൾ വാ മൂടിക്കെട്ടുകയാണ്, പ്ലാസ്റ്റർ ഇട്ട് വാ തുന്നിക്കെട്ടുന്നത് പോലെയാണ് അവിടെ ഉണ്ടായിട്ടുള്ള ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയ്ക്ക് ഒരു തരത്തിലും എന്താണ് ഈ മനുഷ്യൻ പറഞ്ഞത് എന്താണ്, ആരോഗ്യ മേഖലയിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകരുത്, തടസ്സങ്ങൾ ഉണ്ടാകരുത്, എന്തെങ്കിലും ഉള്ള ഫണ്ടിൻ്റെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതൊന്നും ഈ ആരോഗ്യ മേഖലയെ ബാധിക്കരുത് എന്ന് പറയണം. ഇന്ന് കണ്ണുനീരൊലിപ്പിച്ചാണ് ആ മനുഷ്യൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബൈറ്റ് നൽകുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ് സങ്കടം. അപ്പോൾ അത്രമേൽ ഒരു ഈ വരുന്ന ആയിരക്കണക്കിന് വരുന്ന രോഗികളോട് മമതയുള്ള സ്നേഹമുള്ള ഒരു മനുഷ്യനെയാണ് നമ്മളൊക്കെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നതാണ്, ഒരു പേപ്പർ കഷ്ണം പോലും അത് മറുപടി നൽകാൻ വേണമെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കണം, അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ ഇപ്പോഴും ആ ആതുരാലയത്തിലുണ്ടോ ഡോക്ടർ? പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ അത് പലപ്പോഴായിട്ട്, അത് ഇന്നോ ഇന്നലെയോ അല്ല, എപ്പോഴും ഉള്ളതാണ് പലപ്പോഴും. അപ്പൊ അത് പ്രയോറിറ്റി നൽകി പല കാര്യങ്ങളും പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിലൊക്കെ ഉള്ള കാലതാമസമാണ്. അതായത് ഒരു ആരോഗ്യ മേഖല ആവുമ്പോൾ അത് വളരെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കണം. കാരണം പേഷ്യന്റിന് ഒരു സർവീസ് കൊടുക്കാനുള്ളതാണ്. അപ്പൊ അത് വളരെ സ്പീഡിൽ നടക്കണം എന്നുള്ളതാണ് അതിന്റെ കാതലായ വിഷയം. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതായത് ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ ഒരു സാധനം ഇല്ല എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി, അത് കിട്ടാനുള്ള കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അപ്പൊ അത് പോസിറ്റീവായി എടുത്തിട്ട് അതിനു വേണ്ട പരിഹാരങ്ങളാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ ആ പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ഓസ്ലോസ്കോപ്പിന്റെ കാര്യത്തിൽ എന്താണ് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, വ്യക്തിപരമായി കാര്യങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതലായി ഈ സാങ്കേതിക കാര്യങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ള വ്യക്തി എന്ന് ഉള്ള നിലയ്ക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് മോഷണം പോയി അല്ലെങ്കിൽ കാണുവാനില്ല എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം താങ്കളുടെ ഭാഗത്തു നിന്നൊക്കെ വ്യക്തിപരമായി നടത്തിയോ? അങ്ങനെ എന്താണ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ? അന്വേഷിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് സ്റ്റോക്കിലുള്ള എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടെന്നാണ്. അപ്പൊ അതല്ല, അതിനു മുന്നേ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അത് അന്വേഷിക്കട്ടെ, വിശദമായി അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കട്ടെ. ഇപ്പോ അവിടെ സ്റ്റോക്കിലുള്ള എല്ലാ മെഷീൻസും അവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ 4-അംഗ സമിതി അന്വേഷിക്കുമ്പോൾ സമിതി പ്രസ്തുത ഡോക്ടറെ കേൾക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ ഡോക്ടർമാരൊക്കെ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെയും നിഷ്കളങ്കതയൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികളെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ കാര്യങ്ങൾ ബോധ്യമുണ്ട്. പിന്നീട് ഈ പറയുന്ന ഈ 1 വർഷം മുമ്പുള്ള ഈ ഉപകരണത്തിന്റെ അത് കാണുവാനില്ല എന്ന സംഭവം പോലും ഈ റിപ്പോർട്ടിലേക്ക് ആഡ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റെന്തോ ഗൂഢാലോചന സംശയിക്കേണ്ടതുണ്ടോ ഡോക്ടർ? എന്തു തന്നെ ആയാലും ആ വിശദീകരണം ചോദിച്ചിരിക്കുന്നതിന് കൃത്യമായ മറുപടി അത് നൽകുന്നതാണ്. ആ മറുപടിയിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ സംഘടനയ്ക്ക് അതിൽ ശക്തമായി ഇടപെടേണ്ടി വരും. ഇത് എല്ലാ ഡോക്ടർമാർക്കുള്ള ഒരു താക്കീതായി തോന്നുന്നുണ്ടോ? ഡോക്ടർ റോസ്നാര, ടെക്നിക്കൽ എററുണ്ട്. ശ്രീ അഞ്ചൽ ജോബ്, വാസ്തവം തന്നെയാണ്.
ആന്നല്ലേ? യെസ്. തുടരാം. കേൾക്കാമെങ്കിൽ തുടരാം. ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നമുണ്ടായിരുന്നു, പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. തുടരാം, താങ്കൾക്ക് തുടരാം റോസ്നാര. അപ്പൊ അങ്ങനെ ഭയന്ന് പല കാര്യങ്ങളും പുറത്ത് പറയാതെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പൊ അതിന് സംഘടനാ തലത്തിൽ തന്നെ പല കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്ത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും പലതിനും പരിഹാരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോ അനുവദിക്കുന്ന ഫണ്ടുകളാണെങ്കിൽ തന്നെയും നമ്മളിപ്പോ ഇതിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ അനുവദിക്കുന്ന ഫണ്ടുകളുടെ നടത്തിപ്പ്, ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ആ പദ്ധതി സമയബന്ധിതമായി നടത്തി അല്ലെങ്കിൽ ഒരു ഉപകരണത്തിന്റെ ലഭ്യത, സമയബന്ധിതമായി ലഭ്യത ഉറപ്പാക്കാനുള്ള ഒരു സിസ്റ്റം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് ഈ ഫയലുകളുടെ നൂലാമാലകളിൽ പെട്ട് അത് ഡിലേ ആവാൻ പാടില്ല, ജനങ്ങൾക്ക് സർവീസ് നിഷേധിക്കപ്പെടാൻ പാടില്ല. അത് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പൊ അതിനെ സംഘടന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാവും. യെസ്, തീർച്ചയായും അതാണ് ഡോക്ടർ വ്യക്തമാക്കിയത്. ഡോക്ടർ റോസ്നാര തിരക്കിനിടയിലും ജോയിൻ ചെയ്തതിന് വളരെയധികം നന്ദി, നിലപാട് അറിയിച്ചതിന്. ശ്രീ റെജി ലൂക്കോസ്, സൗദ്ദേശത്തോട് ഒരു മനുഷ്യൻ വന്ന് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതിൽ അത് അഡ്രസ്സ് ചെയ്ത് ആ സാങ്കേതിക പരിമിതികളെ, ന്യൂനതകളെ അഡ്രസ്സ് ചെയ്ത് സമ്മതിച്ച ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം എന്താണ് പ്രതീക്ഷിച്ചത്? തീർച്ചയായും അവിടെ ഈ പ്രശ്നങ്ങൾ റെക്ടിഫൈ ചെയ്യപ്പെടും, പരിഹരിക്കപ്പെടും. പരിഹരിച്ചതിന് ശേഷം എന്താണ് കാര്യങ്ങളെ അഡ്രസ്സ്, അതിനാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുക. പക്ഷേ അതല്ല. ഇന്ന് അദ്ദേഹത്തെ വളഞ്ഞിട്ട് കുലംകുത്തിയായി ചിത്രീകരിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തി മുൾക്കിരീടം ചാർത്തി ഇനി അവിടെ എന്തൊക്കെ ഇനി കട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മോഷണം പോയോ അതെല്ലാം തെരഞ്ഞ് അതിൻ്റെ മൊത്തവും കുറ്റവും ആ പാവപ്പെട്ടവൻ്റെ തലയിലേക്ക് ചാർത്താനുള്ള ലക്ഷ്യമാണ് നടത്തുന്നത്. എന്ത് പറഞ്ഞ് ഈ നടപടിയെ വിശേഷിപ്പിക്കണം ശ്രീ ശ്രീ റെജി ലൂക്കോസ്? പ്രജീഷ്, നിങ്ങൾ ഇവിടെ പ്രൊഡ്യൂസ് ആയിട്ട് തന്നെ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത്, അദ്ദേഹത്തിന് പേരിൽ ഉള്ള വിശദീകരണം എന്താ? 1960 പിന്നെ നിലവിൽ വന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റച്ചട്ടം അദ്ദേഹം ലംഘിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥ സമിതിയെ രൂപീകരിച്ചു. അവരുടെ റിപ്പോർട്ടിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് ലംഘിച്ചിട്ടില്ല, എന്നാൽ ചില രീതിയിൽ അദ്ദേഹം ലംഘിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നടപടി സ്വീകരിക്കാണ്ട് ആ ഉദ്യോഗസ്ഥനോട് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടു എന്ന് മന്ത്രി തന്നെ പറഞ്ഞു. അതല്ലാതെ കണ്ട് ഇതുവരെ അദ്ദേഹത്തിന്റെ ഒരു നടപടി സ്വീകരിച്ചില്ല. വേണമെങ്കിൽ സ്വീകരിക്കാമായിരുന്നു, കാരണം അദ്ദേഹം ചെയ്ത ആ ആംഗിൾ ഒരു തെറ്റ് തന്നെയാണ്, ഒരു തർക്കമല്ല കാര്യത്തിൽ. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞെന്താ, കേരളത്തിലെ ആരോഗ്യ മേഖലയെ മുച്ചൂട് അപമാനിക്കുന്ന രീതിയിൽ ഒരു കടലാസ് പോലും എടുക്കാൻ ഈ ആരോഗ്യ മേഖലയിലില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ ഒരു ദുരൂഹത ഉണ്ടെന്ന് എന്നെ പോലുള്ളവർ ആരോപിക്കും. പക്ഷെ എങ്കിലും സർക്കാർ കഠിനമായ ഒരു നടപടിയിലേക്കും പോയില്ല. വിശദീകരണം ചോദിക്കാൻ പാടില്ലേ ഒരു ഉദ്യോഗസ്ഥരോട്, ഒരു ഗവൺമെന്റിന്? പിന്നെ ഈ സിസ്റ്റം എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ഇറക്കിവിട്ട വല്ല വ്യക്തിയാണോ ഇനി? അങ്ങനെയൊക്കെ പറയാതെ പ്രതീക്ഷ. കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കേരളത്തിലെ ആരോഗ്യ മേഖല എങ്ങനെയാണ് കഴിഞ്ഞ 9 വർഷം പ്രവർത്തിക്കുന്നതെന്നും A to Z കാറ്റഗറിയിലുള്ള ജനങ്ങൾ ഇന്ന് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ താഴെ പ്രാഥമിക ആരോഗ്യ എങ്ങനെയാണ് അവരെ അവിടെ ചികിത്സ തേടുന്നത്, അവർക്ക് കിട്ടുന്ന പിന്നെ എന്താ പറയാ ചികിത്സാ സമ്പ്രദായങ്ങൾ. ശ്രീ റെജി ലൂക്കോസ്, എല്ലാം ശരിയാണ്, എല്ലാം അംഗീകരിക്കുന്നു. അങ്ങേയറ്റത്തെ ന്യൂനത ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ തന്നെ പുകമറ സൃഷ്ടിച്ച് എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാം ഓക്കെ ആണെന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ, പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ, ഒരു വിഭാഗത്തിൻ്റെ ഡോക്ടർ വന്ന് പറയുമ്പോൾ അതാണ് ലോകം അറിയുന്നത്. അതിലേക്ക് നമ്മൾ ആഴത്തിൽ അന്വേഷിക്കുമ്പോൾ ഈ ന്യൂനതകൾ അദ്ദേഹം പറഞ്ഞതിന് അപ്പുറത്തെ കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാകുകയായിരുന്നു. അതാണ് നമ്മൾ കേരളം കണ്ടതും. അതിനുശേഷം ഇത് അംഗീകരിച്ചു, ഇത് അഡ്രസ്സ് ചെയ്തു ആരോഗ്യവകുപ്പ് മന്ത്രി. റെജി ലൂക്കോസിലേക്ക് മടങ്ങിയെത്ത ഉടൻ തന്നെ കണക്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ ആവർത്തിക്കുക. അതായത് ലോക മാതൃകയായി ഇന്ത്യ ഗവൺമെന്റ് 1ാം സ്ഥാനത്തുള്ള 1,80,00,000 ജനങ്ങൾ ഒരു വർഷം ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ സിസ്റ്റത്തെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന, കമ്പാരിറ്റീവ്ലി മെഡിസിന് മാത്രം പണം ചെലവഴിക്കുന്ന 7,000 കോടി ചെലവഴിച്ചുകൊണ്ട് ജനങ്ങളെ ഏത് രോഗത്തിലും ആശ്രയിക്കാവുന്ന ഒരു സിസ്റ്റത്തെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസ് ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ആദ്യമേ പറഞ്ഞത് എന്തിനാണ്? ആദ്യമേ അങ്ങ് തള്ളിക്കളയണ്ടായിരുന്നു. ഒക്കെ പെർഫെക്റ്റ് ആണ്, അദ്ദേഹം പറഞ്ഞത് ദുരുദ്ദേശത്തോടു കൂടിയാണ്, ഗൂഢാലോചനയാണ് എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ ശ്രീ റെജി ലൂക്കോസേ? അതാണ് ആരോഗ്യമന്ത്രിയുടെ മാന്യത എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ മാന്യത യാഥാർത്ഥ്യമാണ്. അത് മറിച്ച് പറഞ്ഞാൽ അതല്ല എന്ന് അടക്കം പറച്ച് നടത്തുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുമുണ്ട്. അവർക്കൊക്കെ ഭയമാണ്, പേടിയാണ്. എന്താണ്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പണി പോവും, പണി കിട്ടും, മറ്റൊരു ഹാരിസായി മാറും.
അല്ല, ഞാൻ അങ്ങനെയാണ് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ ഈ മന്ത്രി വീണ ജോർജിനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടും ഈ ഇദ്ദേഹത്തിന്റെ പരാതി കിട്ടിയില്ല എന്ന് പലതവണ മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ? നിങ്ങളെന്താ അത് കണക്കാക്കാത്തത്? അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ എന്താ? എന്റെ അവിടുത്തെ എന്താണ് ആരോഗ്യവകുപ്പിന്റെ അധിപനാരാണ്? ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രിക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടല്ലോ, ഉണ്ട്. അതിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളെ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്ന് വ്യക്തമായും പറയും. പക്ഷെ അവരാരും അത് നിഷേധിച്ചിട്ടുമില്ല. പറഞ്ഞിരുന്നു, നേരത്തെ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ പൊള്ളയായ കുറെ ന്യായങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാര്യമില്ല. അഞ്ചൽ ജോബ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താ ഈ പറയുന്ന രീതിയിൽ ഒരു ഡോക്ടറെ നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ, അവിടെ ഒരു 4 അംഗ സമിതി വരുന്നു. ആ 4 അംഗ സമിതിയിൽ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ഒരു എതിർപ്പോ അല്ലെങ്കിൽ എതിരഭിപ്രായമോ ഇല്ല. കാരണം അവരൊക്കെ നല്ല മനസ്സുള്ള ഡോക്ടറാണ്. ഈ ഡോക്ടറെ കുറിച്ചുള്ള ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് അവർക്ക് സംശയമില്ല. അപ്പോൾ ഈ കളവ്, മോഷണ മുതൽ നഷ്ടപ്പെട്ട അതുകൂടി, ആ കുറ്റം കൂടി ഈ ഡോക്ടർ മേൽ ചാർത്തപ്പെടുമ്പോൾ എന്താണ്, അതായത് ഒരാളെ അങ്ങ് ഇല്ലാതാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണോ വിചാരിക്കേണ്ടത്? എന്താണ് ഈ അച്ചടക്ക നടപടി, ഈ വാളോങ്ങലിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, വിശദീകരണം ചോദിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ സാധാരണ ഉള്ളതാണ്. വിശദീകരണം ചോദിക്കാം. അത് വിശദീകരണം ചോദിക്കുക എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ളതാണ്, വർഷങ്ങളായി നടക്കുന്നതാണ്. പക്ഷേ എങ്ങൊന്നും കിട്ടാതെ വരുമ്പോൾ, എത്ര അപേക്ഷ കൊടുത്തിട്ടും അതിൻ്റെ ഒരു ആനുകൂല്യം നമുക്ക് വരാതെ വരുമ്പോൾ എന്ത് ചെയ്യണം അതും കൂടെ പറയണമല്ലോ. അദ്ദേഹം 100 കണക്കിന് അപേക്ഷ HDS ഓഫീസിൽ കൊടുത്തിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു? ഇതിനപ്പുറം അദ്ദേഹം ഒരു കുറിപ്പെഴുതി, ഞാൻ ഇന്നത് പറയുന്നു, ഇത്ര നാൾ കൊണ്ട് അപേക്ഷിക്കുന്നു, കിട്ടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഭ്രാന്തനായി ചിത്രീകരിക്കുകയും അദ്ദേഹത്തിനെ മോഷ്ടാവായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് നല്ല പരിപാടിയല്ല. റജി ലൂക്കോസ് ബഹുമാനായ അദ്ദേഹം നേരത്തെ പറഞ്ഞു, ലോകത്തെ ഏറ്റവും നല്ല ആരോഗ്യരംഗമാണ് കേരളത്തിലെ ആരോഗ്യരംഗമെന്ന്. അങ്ങനൊന്നും പറയരുത്. അങ്ങ് ഒരുപാട് വിദേശ യാത്രകൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. വിദേശത്തെ ആരോഗ്യരംഗത്തെ പറ്റി അങ്ങേക്ക് അറിയാവുന്നതാണ്. ഇന്ത്യയിൽ കേരളമായിരിക്കാം ചിലപ്പോൾ ആരോഗ്യരംഗത്ത് മികച്ചു നിൽക്കുന്നത്. പക്ഷേ അങ്ങ് പോയ യൂറോപ്യൻ കൺട്രീസിൽ പോയി നോക്കണം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ആരോഗ്യരംഗത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അവിടെ 1ാം സ്ഥാനം കൊടുക്കുന്ന ആരോഗ്യവകുപ്പിനാണ്. ഇവിടെ അങ്ങനാണോ? ഇവിടെ ഒരു ഡൂക്കളി വകുപ്പായ ആരോഗ്യവകുപ്പിനെ കാണുന്നത്. അത് ശരിയാണോ? അങ്ങ് പറയുന്നത് അങ്ങ് അറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി മറച്ചു പിടിച്ചുകൊണ്ട് അങ്ങ് ഇപ്പം തന്നെ പറഞ്ഞു, ആരോഗ്യവകുപ്പ് മന്ത്രിയെ മാത്രം എന്തിനു കുറ്റപ്പെടുത്തണം? അവിടെ സൂപ്രണ്ടുണ്ട്, DME ഉണ്ട്, അവരെ എന്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നില്ലെന്ന്. തലപ്പത്തല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? ആരോഗ്യമന്ത്രിയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? അവർ നേരിട്ടത് അറിയുന്നില്ലെങ്കിലും അവരല്ലേ ഇത് ഭരിക്കുന്നത്, അവരല്ലേ ഇത് ചെയ്യേണ്ടത്. ഒരു സ്റ്റാഫ് ഇന്നത് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റാഫിനെതിരെ നടപടിയെടുക്കാൻ അവർ ഓർഡർ നടപടി എടുത്തിട്ടുണ്ടോ എന്ന് വീണ്ടും ഒന്ന് അന്വേഷിക്കണ്ടേ? ഈ സംഭവത്തിൻ്റെ പേരിൽ HDSൽ ഒരു സ്റ്റാഫിനെതിരെ നടപടിയെടുക്കണമെന്ന് അവർ വിളിച്ച് RMO എടുത്ത് പറഞ്ഞു. ആ നടപടി എടുത്തോന്ന് പിന്നെ ഒന്ന് അന്വേഷിച്ചോ? നടപടി എടുത്തിട്ടില്ല. അതാണ് അവരിലുള്ള കുഴപ്പം. അല്ല, ആരോഗ്യവകുപ്പ് മന്ത്രി മോശമാണെന്ന് ആരും പറയുന്നില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി CPM നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും പറയാതെ വന്ന് അങ്ങ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, ആരോഗ്യവകുപ്പിനെ മുഴുവൻ വികൃതമാക്കുക, ആരോഗ്യവകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൊള്ളരുതായ്മകളാണ് എന്നൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങ് ചമച്ചു എന്നാണ് മുഖ്യമന്ത്രി പോലും പരോക്ഷമായി നൽകിയ പ്രതികരണങ്ങൾ. അങ്ങനെയുണ്ടോ? ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ മാത്രമാണോ ഇത് പറഞ്ഞത്? ഗതികേടിന്റെ അങ്ങേയറ്റം നെല്ലിപ്പലക ഇളകുന്ന സമയത്താണ് ഈ മഹനീയ വ്യക്തി തുറന്നു പറയുന്നത്. അങ്ങനെയല്ലേ സംഭവിച്ചത് ശ്രീ ജോബ്? എല്ലാ HODമാരും HDS ഓഫീസിൽ ചെന്ന് ഞങ്ങൾക്ക് ഇന്ന സാധനം വേണമെന്ന് നിരന്തരം പറയാറുണ്ട്. അവസാനം പ്രോപ്പർ ചാനൽ വഴി ഒരു അപേക്ഷ എഴുതി സൂപ്രണ്ട് മുഖാന്തരം RMO മുഖാന്തരം HDS ഓഫീസിൽ കൊടുക്കും. മൈൻഡ് ചെയ്യാതെ ചില ഉദ്യോഗസ്ഥന്മാരെ അവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? ആ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ മന്ത്രി എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അങ്ങനെ മാറ്റിയാൽ മന്ത്രി കൈകൊള്ളുമോ? അങ്ങനെ മാറ്റാൻ തയ്യാറായാൽ ഇത് നേരെയാവും. സിസ്റ്റം ശരിയാവണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ, അവിടെ HDS ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അവിടെ വേറെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ പറ്റി നമ്മൾ ഒരു എതിർപ്പും പറയുന്നില്ലല്ലോ. അവിടെ സൂപ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ എത്ര മികച്ച സ്റ്റാഫുകളാണ്. അവിടെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ NGO യൂണിയൻകാർ എന്ത് ആത്മാർത്ഥമായി അവിടെ പെരുമാറുന്നത്. അവരെ നമ്മൾ കുറ്റം പറയുന്നില്ലല്ലോ. ഇത് HDS ഓഫീസിലിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ, അവരാണ് ഈ സാധനം മേടിച്ചു കൊടുക്കേണ്ടത്. സമയത്ത് സാധനം മേടിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ സർജറി മുടങ്ങും. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ ഷഫിൾ ചെയ്ത് അവിടെ നിന്ന് മാറ്റി പുതിയ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണ്ടേ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഈ ഡോക്ടർ പറഞ്ഞതിനാണോ കുഴപ്പം? അവിടെ പ്രവർത്തിച്ച് അത് ചെയ്യാതിരുന്ന, അവിടെ ഉപകരണങ്ങൾ മേടിച്ച് കൊടുക്കാതിരുന്ന ഉദ്യോഗസ്ഥ ഇപ്പോഴും അവിടെ ഇരിക്കുന്നു. അവർക്കെതിരെ വിശദീകരണമുണ്ടോ? അവർക്കെതിരെ നടപടിയുണ്ടോ? അതല്ലേ വേണ്ടത്. ശ്രീ റജി ലൂക്കോസ് ഇടതുപക്ഷ സഹയാത്രികനായ ഒരു വ്യക്തിയാണ്. അല്ലാതെ അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ സന്ദേശത്തോടെ പറയാണ്, ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ കേരളം കാണുകയാണ്. അതായത് ഉള്ളിൽ നിന്നാണ് കണ്ണുനീർ വരുമ്പോൾ ആത്മാർത്ഥതയായിട്ട് കണ്ണുനീർ വരാം. അഭിനയിച്ചുകൊണ്ട് ചിലരെയൊക്കെ തോളെ പിടിച്ചുകൊണ്ട്
കണ്ണുനീർ വരുത്താനും കഴിയും, അങ്ങനെയുള്ളവരുമുണ്ട്. പക്ഷേ ഇത് ഉള്ളിൽ നിന്ന് വരുന്ന കണ്ണുനീരാണ്. അപ്പോൾ ആ കണ്ണുനീരിന് അദ്ദേഹം നൽകേണ്ടി വരുന്ന വിലയുണ്ടല്ലോ. ഒരു പാവപ്പെട്ടവൻ്റെ സ്വന്തം മകൻ്റെ പ്രായമുള്ള ഒരു വ്യക്തിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ആ ഓപ്പറേഷൻ മുടങ്ങരുത് എന്ന ദൃഢനിശ്ചയത്തോടു കൂടി അങ്ങനെ കുറച്ച് പേരൊക്കെ കാണുകയുള്ളൂ. ബൈക്കിൽ യാത്ര ചെയ്യുന്ന, വന്നു പോകുന്നത് ബൈക്കിലാണ്. ഒരു ദിവസം ഒരു ആഘോഷത്തിന് പോലും അദ്ദേഹം പോകില്ല. എന്താണ്, ആ സമയം കൂടി 1-2 രോഗികളെ നോക്കിക്കഴിഞ്ഞാൽ ആ രോഗികൾക്ക് ആശ്വാസമാകുമല്ലോ എന്ന് ദൃഢനിശ്ചയമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെയാണ് ഇങ്ങനെ വളഞ്ഞിട്ട് മോഷണ കുറ്റം കൂടി ചാർത്താൻ പോകുന്നത്. റെജി ലൂക്കോസ്. പ്രതീക്ഷ, 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനുണ്ട്, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒന്ന്, ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസിന്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന് ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറില്ല. ഞാൻ ആദ്യം പോലെ പറഞ്ഞു, അതൊക്കെ ശരിയാ. നമ്മുടെ കേരളത്തിലെ പ്രാഥമിക കേന്ദ്രം മുതൽ അങ്ങ് മെഡിക്കൽ കോളേജ് വരെയുള്ള ആയിരക്കണക്കിന് ഡോക്ടേഴ്സ് സ്വകാര്യ ആശുപത്രികളിലും ലക്ഷങ്ങൾ, കോടികൾ വാഗ്ദാനം ചെയ്തിട്ട് പോകാതുണ്ട് ഈ പാവപ്പെട്ട സാധാരണക്കാരായ രോഗികൾക്ക് വേണ്ടിയിട്ട് വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന 100 കണക്കിന് ഉദാഹരണങ്ങൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് ഞാനിവിടെ ഇരിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സൊക്കെ ആയിരങ്ങളെയാണ് അവരുടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ജീവിതം പോലും മാറ്റി വെച്ചുകൊണ്ട് അവർ ചെയ്യുന്നത്. അവരെയൊക്കെ നമ്മൾ ദൈവങ്ങളെ പോലെ കാണുന്നത്. പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യത്തിലൊരു മറുപടി പറയാൻ എനിക്ക് 1 മിനിറ്റ് തരണം. അദ്ദേഹം പറഞ്ഞു യൂറോപ്പിലും അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ള ചികിത്സാ സമ്പ്രദായങ്ങളെ കുറിച്ച് കമ്പയർ ചെയ്തു. ഞാൻ സത്യം അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അവിടെ എല്ലാം പോയി ഇതെല്ലാം കണ്ടിട്ടുള്ള ആളാണ്. അമേരിക്കയിൽ ഞാൻ ജീവിച്ച് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അവിടെയുള്ള ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ആഴ്ചകളും മാസങ്ങളും കാത്തിരിക്കണം. രോഗം എന്തുമാകട്ടെ, നിങ്ങൾക്ക് അത് തന്നെ അങ്ങനെ കിട്ടിയാൽ തന്നെ ചികിത്സകൾ ആരംഭിക്കണം. എത്ര നാളെടുക്കുന്നറിയോ? യാസം, ഈ കേരളത്തിലെ ഏത് ആശുപത്രിയിൽ നിങ്ങൾ എവിടെ ചെന്നാലും, ഒരു സർക്കാർ ആശുപത്രി ചെന്നാൽ നിങ്ങൾ ചീട്ടെടുക്കുക, നിങ്ങൾ ഡോക്ടറെ കാണുക, നിങ്ങളുടെ ചികിത്സയ്ക്കുള്ള ആവശ്യമനുസരിച്ചുള്ള ചികിത്സ നേടാം. ഇങ്ങനെ ഒരു സിസ്റ്റം ലോകത്ത് വേറെ സ്ഥലത്തും ഇല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, വേറെ ഒരു സ്ഥലത്തും ഇല്ല. അതാണ് നമ്മുടെ നാടിന്റെ ആരോഗ്യ രംഗത്തെ ഞങ്ങളൊക്കെ വാനോളം അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് തകരാൻ പാടില്ല. കാരണം നിങ്ങൾ ആലോചിക്കുന്നത്, ഞാൻ സ്വകാര്യ ആശുപത്രികളെ ആ പാടെ നിഷേധിക്കുന്നില്ല, നല്ല ആശുപത്രികൾ നിരവധിയുണ്ട്. പക്ഷേ ഒരു പാവപ്പെട്ടവർ ഒരു വലിയ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇത്ര ഹോസ്പിറ്റലിൽ പോയി അഫോർഡബിൾ ആയിട്ട് ബില്ലുമായിട്ട് ഡോക്ടർ ഹാരിസിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഈ സിസ്റ്റത്തെ ഡോക്ടർ ഹാരിസിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ പറയാൻ ഞാനാണല്ലോ. അങ്ങനെയൊന്നും ഒരാളെ വ്യക്തിഗത എടുത്താൽ ഞാൻ തയ്യാറുമല്ല. അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞോളൂ. അദ്ദേഹം ഒരു മോശക്കാരൻ അഭിപ്രായം ഇന്നുവരെ ഒരു ചർച്ചയിലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് അത്യാവശ്യം അന്വേഷിച്ചൊരാളാ. നല്ല റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോക്കോസ് നോട്ടീസ് ഒക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ 4 സമിതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇവർക്കൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാമല്ലോ. 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വ്യക്തി ഈ പറയുന്ന യൂറോളജി വിഭാഗത്തിന്റെ തലവനായിട്ട്, ഹെഡായിട്ട്. അപ്പോൾ ഈ ഉപകരണം കാണാതെ പോയിട്ട് എത്രയാണ് 2 വർഷം. അപ്പോൾ ഇതൊക്കെ കാര്യമൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ അങ്ങ് പടച്ചെഴുതി അങ്ങ് വിടുകയാണ്. കുറ്റപത്രം തയ്യാറാക്കി പ്രതിസ്ഥാനത്തുള്ള ആളെ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇതെന്തൊരു രീതിയാണ് ശ്രീ റെജി ലൂക്കോസ്? അത് തെറ്റായ വ്യാഖ്യാനാണ്. കാരണം അവിടുന്ന് ഒരു ഉപകരണം 20 ലക്ഷം രൂപയുടെ മോഷണം പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് ഇദ്ദേഹം കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചത്? ആരെങ്കിലും ആ റിപ്പോർട്ട് ചിത്രീകരിച്ചുണ്ടോ? അതും അന്വേഷിക്കേണ്ടതാണെന്നേ പറഞ്ഞുള്ളൂ. അത് അന്വേഷിക്കേണ്ടത് നമ്മുടെ സർക്കാർ അന്വേഷിക്കാതെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ മതിയോ? അതൊക്കെ സമയത്ത് അന്വേഷിച്ചില്ല, സമയത്തൊന്നും നടന്നിട്ടില്ല, സമയങ്ങളിലൊന്നും അന്വേഷിച്ചില്ല. അപ്പോൾ പൂഴ്ത്തിവെക്കപ്പെട്ടതൊക്കെ തന്നെ പുറത്തേക്ക് വന്ന് ഒരു വ്യക്തിയെ കിട്ടിയല്ലോ, അവന്റെ തലയിലെല്ലാം കൂടെ അങ്ങ് കൊണ്ടിടുകയാണ്. തെറ്റാണത്. അങ്ങനെയൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. അങ്ങനെയൊന്നും ഒരു അന്വേഷിച്ച് അദ്ദേഹം കുറ്റവാളിയെ കണ്ടെത്തിയോ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? അദ്ദേഹം അന്വേഷിക്കും സ്വാഭാവികമായിട്ട്. ആ ഡിപ്പാർട്ട്മെന്റ് സംഭവിച്ച ഇപ്പൊ ഇവിടെ പറഞ്ഞില്ല അദ്ദേഹം 1 വർഷം ആയുള്ളത്. സത്യമായിരിക്കാം, എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു മോഷണമാണെന്നുള്ളത്. ഞാൻ വളരെ ഹൃദയത്തോട് പറയാം. പക്ഷെ അന്വേഷിക്കേണ്ട ഒരു ഉപകരണം നഷ്ടപ്പെട്ടാൽ അത് ഗവൺമെന്റിന്റെ ബാധ്യതയല്ലേ, ഡിപ്പാർട്ട്മെന്റിന്റെ ബാധ്യതയല്ലേ? അതിനെല്ലാം നിങ്ങൾ ഈ ആരോഗ്യ വകുപ്പിനെ ആണ് കുറ്റവാളിയാക്കുന്നതിൽ ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കുക. അവർ ഡെയിലി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞങ്ങളെ മുഴുവൻ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, അത് ഇങ്ങനെയാണ്, മുൻവിധിയോടുകൂടി തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു മാന്യത അനുസരിച്ച് അഡ്രസ് ചെയ്യണം. ഓക്കെ, പറ്റിയത് ഇങ്ങനെയാണ്, അതിന്റെ പിഴവ് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സന്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത്. ആ വിമർശനത്തെ ആത്മവിമർശനം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി കൂടിയാണല്ലോ, ആ സ്വയം വിമർശനം ഉണ്ടാകുന്ന ഒരു പാർട്ടി കൂടിയാണല്ലോ. അങ്ങനെ ഒരു ധാർമ്മികമായ രീതിയിലേക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്ന ആ മനസ്സ് എന്തുകൊണ്ട് ഇല്ലാതെ പോകുന്നു? അല്ല, എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല അതിനകത്ത് എന്താ അധാർമികത ഉള്ളേ. ഒരു വിഷയം ഉണ്ടായാലും അന്വേഷിക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റ് നിയമമാണ്. ചട്ടങ്ങളുടെ ഉള്ളിൽ നിന്ന് അന്വേഷിച്ചേ പറ്റൂ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ ഈ PPD-യുടെ വിഷയത്തിൽ പോലും കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടൊന്നും മിണ്ടാൻ അവരെന്ത് പറഞ്ഞാൽ കൈകൂട്ടിയെന്നുള്ളൊരു നരേഷൻ ഉണ്ടാക്കിയില്ലേ? അതിനുശേഷം ഇവരിൽ നിന്നൊക്കെ എന്തെല്ലാം തെറ്റുകളുണ്ടായി. അത് അവർക്കൊരു അഴിഞ്ഞാടാനൊരു അവസരം കൊടുത്തില്ല. എല്ലാരെയൊന്നും അല്ല. പക്ഷെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഇവിടെ രാഷ്ട്രീയക്കാരും ജനങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റുകളെ വിരൽ ചൂണ്ടും.
അത് പാടില്ല എന്നുള്ള നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഈ സമൂഹത്തിലെ ജനാധിപത്യ ബോധത്തിനോടുള്ള വെല്ലുവിളി. ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ലാതെ ഉദ്യോഗസ്ഥന്മാരെ അടങ്ങലും ആരും കുറ്റപ്പെടുത്തുന്നില്ല. എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ട്. എനിക്ക് തന്നെ നേരിട്ട് വന്ന എത്രയോ പേരുണ്ട്. പക്ഷെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിനോട് പോലെ ഇനി മിണ്ടിപ്പോരുത്. ഉദ്യോഗസ്ഥരാജാണ്, സർ CP പോലെ നിങ്ങൾ മുമ്പിൽ നിന്ന് മടങ്ങിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിൽ നടക്കത്തില്ല. വേറെയുണ്ട്. ഇതാണ് അത് തന്നെയാണ് നമുക്ക് ഒരുപാട് ക്യാപ്സ്യൂളുകളൊക്കെ ഇറക്കാം. പക്ഷേ ഹാരിസിന്റെ കാര്യത്തിൽ ആ ക്യാപ്സ്യൂൾ ഒന്നും ചേരില്ല. അവസാനമായി അഞ്ചൽ ജോബ് ഒരു നടപടിക്ക് അദ്ദേഹത്തിന് വിധേയനാകേണ്ടി വരുമോ? അതല്ല, സ്വാഭാവികമായി നേരത്തെ പറഞ്ഞതുപോലെ KGMCT പ്രതിനിധികളൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ സ്വാഭാവികമായ നടപടി. പക്ഷേ ആ നടപടിയിലേക്ക് വരുന്ന ഒരു റിപ്പോർട്ടിന്മേലാണ് ചില നമുക്ക് ഉത്കണ്ഠപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന ചില ഖണ്ഡികകൾ കൂടി വരുന്നത്. ോടൊപ്പം തന്നെ ആ മിഷ്യൻ മോഷണം പോയതും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ സാധാരണപ്പെട്ട ഒരു ജനവിഭാഗം എന്താണ് ചിന്തിക്കേണ്ടത്? 2 വർഷത്തിന് മുമ്പ് മോഷണം പോയി എന്നുള്ളതൊക്കെ പിന്നല്ലേ വരുന്നത്. ഇവിടെ ഒരു ഉപകരണം മോഷണം പോയി, ഹാരിസിനെതിരെയുള്ള വിശദീകരണം, ഡോക്ടർ ഹാരിസിനെതിരെയുള്ള വിശദീകരണ ചോദ്യത്തിനോടൊപ്പം ആ മോഷണ കേസും അന്വേഷിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു സാധാരണപ്പെട്ട എന്തോ ചിന്തിക്കും, ഹാരിസ് സാർ മോട്ടിച്ചുകൊണ്ടോ എന്നല്ലേ ചിന്തിക്കൂ. അങ്ങനെയാണോ ചെയ്യേണ്ടത്? വിശദീകരണം ചോദിക്കുക, അതിൻ്റെ മറുപടി കൊടുക്കുക, മറ്റേ അന്വേഷണമായി നടക്കുക എന്നുള്ളതാണ്. ഇതിനോടൊപ്പം ഇത് യോജിപ്പില്ലാത്തൊരു വിഷയമായി മാറുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കും. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഹാരിസ് ഡോക്ടർ മോഷണത്തിൽ പങ്കാളിയായി എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയല്ലേ. അതാണ് തെറ്റാണെന്ന് പറയുന്നത്. അതാണ് ഈ സിസ്റ്റത്തിൻ്റെ തെറ്റാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ വിശദീകരണം ചോദിക്കാം, വിശദീകരണത്തിന് മറുപടി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഇതുപോലെ നാണം കെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. ഇതിനൊക്കെ ആര് സമാധാനം പറയും? ഒരു മനുഷ്യൻ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ, ഒരു HOD കണ്ണ് നിറഞ്ഞിറങ്ങിപ്പോവുകയാണ് എന്ന് വെച്ചാൽ എന്നെ ലാസ്റ്റിൽ മോഷണക്കേസിലും പ്രതിയാക്കാൻ പോകുന്നു എന്നുള്ളത് ഇതൊന്നും ശരിയല്ല. ഇത് ഒരു സർക്കാരിനും ഭൂഷണമല്ല. ശരി, വളരെയധികം നന്ദി ശ്രീ അഞ്ചൽ ജോബ്. റെജി ലൂക്കോസ്, KGMCT അധ്യക്ഷ, നമ്മോടൊപ്പം തത്സമയം പ്രതികരിച്ചതിന്.